ഇനി ഞങ്ങൾ ഗോതീശ്വരം ബീച്ചിലേക്ക് പോവാണ്. ഏട്ടനില്ല, ഏട്ടൻ ഞങ്ങളെ വഴിയിൽ ആക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്, ചേച്ചി ഏട്ടനും വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഋതുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഇവരാണെങ്കിൽ സാരിയാണ് കേട്ടോ എടുത്തത്, എന്നോട് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല. എത്തിയപാടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടോ. കാരണം ഞങ്ങൾ അവിടെ എത്തിയത് തന്നെ ഒരു 5:30 5:45, അപ്പോൾ ലൈറ്റ് പെട്ടെന്ന് പോകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ചേച്ചി കാണിച്ചു തരികയാണ് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് ഇറങ്ങി. യുവയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ബീച്ചൊക്കെ കണ്ടപ്പോൾ. ആൾ പിടിച്ച് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ്. ബീച്ചിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മണ്ണുകൊണ്ടൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് കയറിയത്. ട്രെയിൻ ഇത് ഐസ്ക്രീമും ഞങ്ങൾ മിൽക്കാരും കുടിച്ചിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വരുമ്പോൾ ഓട്ടോയിലാണെങ്കിലും പോകുമ്പോൾ ഓരോരുത്തരായിട്ട് ബൈക്കിലാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് യുവയാണെങ്കിൽ ഇറങ്ങുന്നേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഓക്കെ ബൈ.